എടാ ഞാൻ പറഞ്ഞില്ലേ, നടക്കൂല, സമ്മതിക്കൂല ഞാൻ. ആ നീ എന്താ വിചാരിച്ചത്? എന്നെ വെട്ടി നീ വേറെ ആൾ കൊണ്ട് കൊട്ടേഷൻ എടുപ്പിക്കാന്നാ? എടാ ഞാൻ എടുത്താണെങ്കിലേ ഞാൻ തീർത്തിരിക്കും. മനസ്സിലായ? നീ നിന്റെ തന്ത വിചാരിച്ച നടക്കൂല. ആ നീ നോക്ക്, എന്നെ നീ വെറുപ്പിച്ചിട്ടേ ഈ സിറ്റിയിൽ നിൽക്കാന്ന് കരുതണ്ട. സർ, രാവിലെ തന്നെ ഫിറ്റിംഗ്സ് ഒക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഫിറ്റിങ്ങോ? അതന്നെ. എടു താൻ എത്ര കൊല്ലം സർവീസിൽ കയറിയിട്ട്? 3 കൊല്ലമായി. ആ അത് പറ. ഇപ്പം പോലീസിൽ കയറിയിട്ട് ഫിറ്റിംഗ് എന്ന് വരെ കേട്ടില്ലേ? എടോ, ചില കേസിൽ കൊടുക്കാൻ പോലീസുകാർ തന്നെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അങ്ങ് പൂട്ടും. CA സക്കറിയ മാത്യുവിൻ്റെ ഓഫീസ്. അത് സാറിൻ്റെ ഓഫീസ് അങ്ങ് മുകളിലാ. കാണാൻ നേരത്തെ വെച്ചിട്ടുണ്ടോ? ഞാൻ ഫ്രണ്ടാണ്. ഇയാൾ ഉണ്ടാക്കി തരും. ഡോ മുകളിൽ CBC ലാസ്റ്റ് മുറി ഓക്കെ ഒന്നും ഉണ്ടാക്കടോ. വാ സർ. താങ്ക് യു. സർ, യെസ്. നമസ്കാരം. ഹാ ഡോക്ടറോ? വരണം, ഇരിക്കൂ. കുറെ നാളായല്ലോ കണ്ടിട്ട്. അതെ. മുടിയൊക്കെ നരച്ചല്ലോ. അപ്പം നീയോ? പ്രായമായില്ലേ? പിന്നെ ഒരു ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ. ഓക്കെ. ഷുഗർ ഉണ്ടോ? അല്പം. ആഹാ, അപ്പം ഇതൊന്ന് കുടിച്ചു നോക്കിയോ? ഓക്കെ ഇരിക്കും. എങ്ങനെയുണ്ടെന്ന് നോക്ക്. മധുരം പോരാ, ഒരു ഡയബറ്റിക് ടേസ്റ്റ്. എനിക്കൊരല്പം ഷുഗർ ഉണ്ടേ. അപ്പോൾ നിനക്കൊരു സ്റ്റഡി മെറ്റീരിയൽ വേണം. ആം ഐ റൈറ്റ്? സൈക്കോളജിക്കൽ ഓട്ടോപ്സിയാണ് എൻ്റെ ഒരു ഫീൽഡ്. ശരിക്കുള്ള ഓട്ടോപ്സി ഒക്കെ കഴിഞ്ഞു. ഹാ, ഇനി നിന്റെ ഭാഗം നോക്ക്. അതിന് ശരീരം കീറി മുറിക്കാനല്ലല്ലോ പോകുന്നത്. ചത്ത കൊച്ചിൻ്റെ ജാതകം നോക്കിയിട്ട് എന്തിനാ ഡോക്ടറെ? ഞങ്ങൾ ഡോക്ടേഴ്സ് ഡയഗ്നോസിലെത്തുന്ന തന്നെ രോഗിയുടെ ഹിസ്റ്ററി എടുത്തുകൊണ്ടല്ലേ. ഒരു ആത്മഹത്യയുടെ ചരിത്രം എടുക്കുന്നതിൽ തെറ്റില്ല. നിംഹാൻസിൽ പയറ്റി തെളിഞ്ഞ സൈക്കാട്രിസ്റ്റിന് ഞാനൊരു ടെസ്റ്റ് ഡോസ് തരാം. ദാ, ഈ കയറ് പൊട്ടിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. കഴുത്തിൽ കൊടുക്കുവേണ്ട കക്ഷിയായത്. പക്ഷേ പുള്ളി പരോളിലിറങ്ങി അങ്ങ് തൂങ്ങിച്ചെത്തു. ദാ, മട്ടൻ മുരുകൻ. യെസ്, ഹിസ് എ നോട്ടോറിയസ് കില്ലർ. ഈ മട്ടൻ നുറുക്കുന്ന പോലെയാ അവൻ്റെ ഒരു കൊലപാതകത്തിൻ്റെ സ്റ്റൈൽ. ഓ, ഒരു പേർവേർട്ടൺ. അപ്പോൾ ഇയാൾ എന്തിനെ സൂയിസൈഡ് ചെയ്യുമെന്നാണ് നിങ്ങളുടെ നിഗമനം? വി ഹാവ് അവർ ഓൺ കൺക്ലൂഷൻ. ഇയാൾക്ക് ജയിലിലുണ്ടായിരുന്ന പരിചയക്കാർ ഇൻട്രോവേർട്ടഡ് ആയിരുന്നു. അത് പിന്നെ ഇങ്ങനെയുള്ളവന്മാരുടെ നേച്ചർ അതാണല്ലോ. ഓ, 1-2 സഹതടവുകാർ ശിക്ഷ കഴിഞ്ഞ് പുറത്തുണ്ട്. അവന്മാരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഫ്രണ്ട് വഴി തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. താങ്ക്സ് മൈ ഫ്രണ്ട്. ഞാൻ ഇദ്ദേഹത്തെ ഒരു മെറ്റീരിയൽ സബ്ജക്റ്റാക്കി ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കട്ടെ. ആയിക്കോട്ടെ, നോക്ക്. ഞങ്ങളുടെ നിഗമനങ്ങൾക്കടുത്ത് നിംഹാൻസിലെ സമർത്ഥനായ സൈക്കാട്രിസ്റ്റിന്റെ ഒബ്സർവേഷൻസ് എത്തുമെന്ന് നോക്കാം. മട്ടൻ മുരുകൻ ഒരു മൃഗത്തിൻ്റെയോ ജനിച്ച ചേരിയുടെയോ പുറമ്പോക്കിൻ്റെയോ പേര് സ്വന്തം പേരിനോട് കൂട്ടിച്ചേർത്ത് ഒരു പ്രത്യേകതരം കൊലപാതക ശൈലി തൻ്റെ ട്രേഡ് മാർക്കാക്കി കുപ്രസിദ്ധി ആർജിച്ച ഗുണ്ടകളിൽ ഒരുവൻ. ഒരു സാഡിസ്റ്റിക് കില്ലർ, ആൻ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ് വിത്ത് എ സൈക്കോപാത്തിക് ട്രേറ്റ്. കോടതിയിൽ അയാൾക്ക് മുന്നിൽ നിരത്തപ്പെട്ട ഒറ്റ കൊലപാതക കുറ്റത്തിന് പോലും അയാൾ കുറ്റബോധം പ്രകടിപ്പിച്ചില്ല. ശിക്ഷ വിധിച്ച ജഡ്ജി ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അയാളൊന്ന് ചിരിച്ചു അത്രേ. ആ മുരുകൻ്റെ മൃതശരീരം നഗരത്തിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ഒരു ലോഡ്ജിൻ്റെ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുമ്പോൾ ആരൊക്കെയാകും ചിരിച്ചിട്ടുണ്ടാവുക? ശരിക്കും അതൊരു ആത്മഹത്യ ആയിരുന്നെങ്കിൽ മുരുകൻ വിധി എന്ന ജഡ്ജിയെ നോക്കി അവസാനമേ ഒരു പരിഹാസച്ചിരി ചിരിച്ചിട്ടുണ്ടാകുമോ? ഹിസ് ലാസ്റ്റ് ലാഫ്.
ചായ കുടിക്കണം സാറേ. പാലില്ല, കട്ടനേ ഉള്ളൂ. കുഴപ്പമില്ല. പണിയൊക്കെ കണക്കാ സാറേ. പെയിന്റ് പണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒരിക്കൽ ജയിലിൽ പോയാൽ പിന്നെ ഒരുത്തനും വേണ്ട. ഇതിൻ്റെ തള്ള ഇട്ടേച്ച് പോയി. ഞാനകത്തായപ്പോൾ ഇതിൻ്റെ മൂത്ത് വരുത്തി നാഗർകോവില, അവളുടെ കുടുംബമായിട്ട്. അവൾക്കും ജയിൽപ്പുള്ളിയായ തന്തയെ വേണ്ട. മുരുകണ്ണ ഈ കേൾക്കും പോലത്തെ പ്രകൃതമുള്ള ആളൊന്നും അല്ലായിരുന്നു സാറേ. നല്ലവനായിരുന്നു. പറഞ്ഞ ആരും വിശ്വസിക്കുകയില്ല. എൻ്റെ മൂത്തോടെ കല്യാണത്തിന് അയാൾ പണ്ടവും പണമൊക്കെ എത്തിച്ചേർന്നു. ജയിലിൽ നിന്നോ? അങ്ങേര് ജയിലായി പോയാൽ എന്നാ സാറേ? പുറത്ത് അങ്ങേർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ആൾക്കാരുണ്ട്. എൻ്റെ വിഷമം അണ്ണൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ചോദിക്കാതെ തന്നെ അറിഞ്ഞു തന്നു. മുരുകൻ ആത്മഹത്യ എന്തെങ്കിലും കാരണം? ഒറ്റാന്തടിയായിരുന്നു സാറേ. മേലെ മാനം, താഴെ ഭൂമി. അങ്ങേരെന്തിനാ ചെയ്തതെന്ന് എനിക്കൊരു തുമ്പ് കിട്ടുന്നില്ല. നിങ്ങൾ എന്താണ് അവസാനമായി മുരുകനെ കണ്ടത്? ഞാൻ അവിടുന്ന് പോരാൻ നേരം 1-2 വർഷം കഴിഞ്ഞ് പരോള് കിട്ടുമെന്നും നമുക്ക് നാട്ടിൽ അടിച്ചു പൊളിക്കണമെന്നും പറഞ്ഞിരുന്നു. അണ്ണൻ്റെ നാട്ടിലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമ്പറുണ്ട്, ഞാൻ തരാം. ഓക്കെ. കൊച്ചകത്തേക്ക് പോ. അണ്ണന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ അത്? ഒരു പെണ്ണിന് രാത്രി മൊത്തം സെക്കൻഡ് പോലും ഏത് സൂയിസൈഡ് സെൽഫ് മർഡർ. കൊലപാതകി തന്നെ സ്വയം ഇല്ലാതാകുന്ന ഒരു കൊലപാതകം. ഒരു പക്ഷെ കൊല്ലാൻ അയാൾക്ക് കാരണം ആവശ്യമില്ലായിരുന്ന പോലെ തന്നെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനും അയാൾക്കൊരു കാരണം ആവശ്യമില്ല എന്നിരിക്കാം. He did not require a reason to kill anyone, including himself. ഞാൻ ഡോക്ടർ ബോബൻ. ഞാൻ വിളിച്ചിരുന്നു. ആ സാറേ, കേറിയിരിക്കേ. പറയൂ ലതാകുമാരി. ഈ ചൈന കെട്ടി പേര് മാറ്റി ഇപ്പൊ ലതാ വർഗീസായിട്ട് കൊല്ലം 5 ആയി സാറേ. സോറി മിസ്സസ് ലതാ വർഗീസ്. നിങ്ങൾക്ക് മുരുകനെ? അതൊക്കെ ഒരു കാലായിരുന്നു സാറേ. മുരുകണ്ണൻ ആണൊരുത്തനായിരുന്നു. ആരും ഇല്ലാത്തവർക്കൊരു തോണ. അങ്ങേരെ അകത്ത് പോകും വരെ എല്ലാത്തിനും ധൈര്യമായിരുന്നു. ഒരു മിനിറ്റ്. പുറത്തു വന്ന ശേഷം മുരുകൻ നിങ്ങളെ കാണാൻ വന്നിരുന്നോ? വന്നായിരുന്നു ഒരിക്കൽ. എന്തു പറഞ്ഞു? കൂടെ പോയിരുന്നോന്ന് ചോദിച്ചു. എന്നിട്ട്? ഞാനിപ്പോ കെട്ടി മറ്റൊരാളുടെ ഭാര്യയാണല്ലോ. അയാൾ മുഷിഞ്ഞോ? ഏയ്, മുരുകണ്ണൻ ചിരിച്ചതേ ഉള്ളൂ. കളിയൊക്കെതാണെന്ന് ചോദിച്ചപ്പോ അല്ല, സന്തോഷം കൊണ്ടാ ചിരിച്ചതെന്നാ പറഞ്ഞു. അപ്പോൾ അവസാനം കാണുമ്പോൾ മുരുകൻ ഉല്ലാസവനായിരുന്നു അല്ലേ? അണ്ണൻ എപ്പോഴും അങ്ങനെയായിരുന്നു സാറേ. ആൾക്കാരെ കൊല്ലുമ്പോഴും അതെ. പിന്നെ അറിഞ്ഞു അണ്ണൻ തൂങ്ങി മരിച്ചു. ഇതെല്ലാരും അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളിയാണ് സാറേ. അങ്ങനെ തോന്നാൻ കാരണം? അങ്ങേരെ ചങ്കുറുപ്പ്. 10 പേര് ഒന്നിച്ച് കുത്താൻ വന്നാലും ഒറ്റയ്ക്ക് നേരുന്ന മനുഷ്യനാ. അങ്ങേരെന്തിനാ സാറേ കെട്ടി തൂങ്ങുന്നത്? ഇതാ പോലീസുകാരെല്ലാരും കൂടി കൊന്ന് കെട്ടി തൂക്കിയതാ. ജയിലിന്റെ പുറത്താക്കുമ്പോ ആരും സംശയിക്കില്ലല്ലോ. അയ്യോ സാറേ, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി പറഞ്ഞതേ ഉള്ളൂ. ആ, വല്ലാത്തൊരു ചൂട് തന്നെ കുംഭമാസം. ചേട്ടാ, ഒരു സോഡ. ചേട്ടാ, ഇവിടെ എവിടെയല്ലേ ഒരു മട്ടൻ മുരുകൻ ഒരാൾ താമസിച്ചിരുന്നത്? പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ചത്തു. അയാൾക്ക് ഇവിടെ കുടുംബം വല്ലതും ഉണ്ടായിരുന്നോ? അതും ഉണ്ടായിരുന്നു. ഒക്കെ പിഴകള്, ചീത്തപ്പേര് അനുഭവിക്കാൻ നാട്ടുകാരും. ഒരു സോഡ കൂടി എടുത്തോളൂ. നാരങ്ങ കൂടി ആവാം. അവരൊക്കെ ഇപ്പൊ എവിടെയാ? എൻ്റെ സാറേ, ഈ വേണ്ടാത്ത കൂട്ടങ്ങളെയൊക്കെ പറ്റി എന്തിനു അന്വേഷിക്കുന്നേ? ഒരു പെമ്പർനോത്തി ഉണ്ടായിരുന്നു, ആ പിന്നെ ചേരുന്നേനോ? ആ, പഞ്ചാര ഉപ്പോ
രണ്ടും. ആ ഒരു പെങ്കൊച്ചുമുണ്ട്. തന്തയുടെ മുറിച്ച മുറിയാ അസുരവിത്ത്. ശരിക്കും ആ കുട്ടി ഇപ്പോൾ 4-5 വയസ്സോ മറ്റാ കാണും. മുരുകനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ പിന്നെ പട്ടിണിയായി. ഇവിടെ വന്ന് കടം പറയുമായിരുന്നു. പിന്നെ ഒരു ദിവസം തന്നെ അതിനെ കൊണ്ടൊരു പോക്കങ്ങ് പോയി. ആർക്കാ ചേതം? നന്നായേ ഉള്ളൂ. ഇതാ ചില്ലറ ഇല്ല. സാരമല്ല, ഇരിക്കട്ടെ. അങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് എവിടെയാ കണ്ടൊരു പരിചയം തോന്നി സാറേ. ഇങ്ങനെ ഒരുത്തൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ആരെങ്കിലും കരുതിയോ? ഇവിടെ ഇപ്പോൾ ആരും താമസമില്ല സാറേ. ആണോ? പ്രേതമെന്ന് കേട്ടാൽ തന്നെ ആൾക്കാർക്ക് പേടിയാണ്. കൊലപാതകി തൂങ്ങി മരിച്ചു. പ്രേതം കൂടെ പിന്നെ പറയാനുണ്ടോ സാർ? ഓ, ഈ മുറി കുറേ നാളായിട്ട് പൂട്ടിയിട്ടിരിക്കുക സാറേ. ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാനിത് തുറക്കാറുള്ളൂ. സാറിന് കുടിക്കാൻ ചായയോ കാപ്പി എന്തെങ്കിലും? ഒന്നും വേണ്ട. എന്നാ നമുക്ക് പോകാം സാറേ. ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്നോട്ടെ. സാറ് ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ അല്ലേ? അതെ അതെ, ഭ്രാന്തനല്ല. ഇവിടെയായിരുന്നു മുരുകൻ്റെ അവസാന മണിക്കൂറുകൾ. ഇവിടെയാണ് ഒരു നാൾ അയാൾ തൂങ്ങി നിന്നത്. സാറ് ഇറങ്ങുവാണോ? ചായ തരാൻ പറഞ്ഞു. വേണ്ട നീ, ഇന്ന് ഒരുപാട് ചായയായി. ഇവിടെ തൂങ്ങി മരിച്ച ആളെ ഓർമ്മയുണ്ടോ? എനിക്കെങ്ങും അറിയില്ല. എനിക്കാരും ഓർമ്മയൊന്നുമില്ല. നിക്കനിയാ. അത് പിന്നെ സാറേ, അയാൾക്ക് അന്നൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാനാ സെറ്റാക്കി കൊടുത്തു. സാറേ, സാധനം വന്നിട്ടുണ്ട്. അകത്തോട്ട് വിടറാ. അതോടെയല്ലേ സാറേ, ഞാൻ പോയേക്കോ കണ്ടോ. നീ വിട്ടോ, പിന്നെ കാണാം. അതിൻ്റെ പിറ്റേന്നാണ് സാറേ അയാൾ തൂങ്ങിയത്. 2 ദിവസം കഴിഞ്ഞാൽ നമ്മളറിയുന്നത് നാറ്റം വന്നു തുടങ്ങിയപ്പോൾ. എന്നതാ സാറേ? ആ സ്ത്രീയുടെ കാര്യം പോലീസിനോട് പറഞ്ഞില്ലേ? എന്തിനാണ് സാറേ? അതും നമുക്കൊരു വരുമാനമാണേ. അവർക്ക് എത്ര പ്രായം കാണും ഉദ്ദേശം? കൊച്ചായിരുന്നു സാറേ, ഒരു 18-19. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡിമാൻഡായിരുന്നു. ഓ, ഇതോ സാറേ, അവിടെ നിന്നാണ് അവളെ പൊക്കിയത്. ഏതോ ആന്ധ്ര എന്നുള്ള ടീമാ. ഇപ്പോഴും അവിടെ? ഇതൊക്കെ കഴിഞ്ഞവർ അപ്പോഴേ പോകത്തില്ലേ സാറേ. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്വയംഭ സ്ഥാനത്തിന് അനുഭവിച്ചിട്ടാ പുള്ളിയാർ തൂങ്ങിയേ. ഭോഗമോഹങ്ങൾ തുള്ളിത്തുളുമ്പി നിൽക്കുന്ന മനസ്സുമായി അയാൾ തടവറയിൽ നിന്നും താൽക്കാലിക മോചനം നേടുന്നു. നാട്ടിൽ പഴയ സഖിയെ കാണുന്നു. തനിക്ക് തുണയായി കണ്ടിരുന്ന ഒരു വാതിൽ അടഞ്ഞുപോയത് അയാളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയോ? അയാളുടെ കൈവശം ആകെയുള്ളത് കുറച്ച് ദിവസങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. ഇനി ഇതൊന്ന് ഓട്ടോപ്സി ചെയ്ത് നോക്കാം. ആ പെണ്ണ് അതാരായിരുന്നു? മുരുകൻ്റെ സ്വഭാവം വെച്ച് അയാൾക്ക് അവളെ ഒരു രാത്രി കൊണ്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇനി അവൾ അയാൾക്ക് പരിചിതയായിരുന്നു. മുരുകന് ഭാര്യയും അതിലൊരു മകളും ഉണ്ടായിരുന്നതായി വിവരമുണ്ട്. പക്ഷേ അവർ എവിടെയാണെന്ന് ഒരു രൂപവുമില്ല. മുരുകനുമായുള്ള ബന്ധം അയാൾ ജയിലിൽ പോയപ്പോഴേ മുറിഞ്ഞിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിൽ അയാളിൽ മദ്യത്തിൻ്റെ ടോക്സിസിറ്റി കണ്ടെത്തിയിട്ടില്ല. പൂർണ്ണ ബോധത്തോടെയാണ് ആ കഴുത്തിൽ കുരുക്ക് വീഴുന്നത്. പ്രാണന്റെ വാതിലുകൾ ഒന്നൊന്നായി കൊട്ടിയടയ്ക്കപ്പെടുന്ന ഭൂമിയിലെ അവസാന നിമിഷങ്ങൾ. മുരുകന്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നിരിക്കാം? ഒരു മെന്റൽ റിവൈൻ. സാറേ, സാധനം വന്നിട്ടുണ്ട്. അകത്തോട്ട് വിടറാ. അതോടെയല്ലേ സാറേ, ഞാൻ പോയേക്കോ കണ്ടോ. നീ വിട്ടോ, പിന്നെ കാണാം.
അറിയാം. നീ ആ തോർത്തൊക്കെ എടുത്തേ. ആ. മോളെ ഹാ, അപ്പൊ പറ ഡോക്ടറെ, എന്തായി നിങ്ങളുടെ മനഃശാസ്ത്രപരമായ ഒട്ടോപ്സി നിഗമനങ്ങൾ? ഓസ്ട്രേലിയയിൽ കാട്ടൂസ് എന്നൊരു എലിയുണ്ട്. എണ്ണ ചേർന്ന് കഴിഞ്ഞാൽ അതപ്പം ചത്തു വീഴും. അത് കൊള്ളാലോ. വാട്ട് വാസ് ഇൻ ദ സൂയിസൈഡ് നോട്ട്? ഓ, അങ്ങനെയൊന്നുമില്ല. കുറെ പേപ്പറുകൾക്ക് അവിടെ ഇവിടെയൊക്കെ ചുരുട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെന്തോ മാപ്പെന്നോ കോപ്പെന്നോ ഒക്കെ എഴുതിയിരുന്നു. ജസ്റ്റ് സോറി, അത്രമാത്രം. യെസ്. ഞാൻ ഊഹിച്ചു. എന്നാ നീ ഊഹിക്കാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഹി വാസ് കിൽഡ് എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻ ബൈ ഹിസ് എനിമീസ്. മാപ്പ് എഴുതിച്ചിട്ടോ? അതൊക്കെ റെഡ് ഹെയറിങ്സ് അല്ലേ, ആത്മഹത്യയാക്കി മാറ്റാൻ. ഹി വാസ് എ മാൻ ഹു ന്യൂ ടു മച്ച്. ഇതല്ലേ റൂം? ആ, ഇത് തന്നെ. ആ, ഞാൻ കയറി നോക്കാം. സൂക്ഷിച്ച്. അയ്യോ, എന്താ കാര്യം? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാം. അവൻ കയറി തീർന്നു. നമുക്ക് പണി എളുപ്പമായി. ഇനിയും മെറ്റീരിയൽസ് വേണമെങ്കിൽ ഇതുവഴി പോരും. ഇവിടെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ ഇനിയുണ്ട്. എക്സ്പ്ലനേഷൻ നമുക്കല്ലേ ഇല്ലാത്തത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവറി ഡെത്ത് ഹാസ് എൻ എക്സ്പ്ലനേഷൻ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഐ എം ഷുവർ ഇറ്റ് വാസ് എ സൂയിസൈഡ്. വാട്ട് യു മീൻ? ഇറ്റ് വാസ് എ കേസ് ഓഫ് പോയറ്റിക് ജസ്റ്റിസ് ബൈ നേച്ചർ. മനുഷ്യനെ ഇറച്ചിയാക്കി കൊന്നയാളുടെ മകൾ തെരുവിൽ സ്വന്തം മാംസം വിൽക്കുന്നു. അതയാളെ നേരിട്ട് കാണിച്ചു കൊടുത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് എ സുപ്രീം ജസ്റ്റിസ് സിസ്റ്റം. എൻ്റെ നിഗമനങ്ങളാണ്. കേസ് ഫയൽ തരുമ്പോൾ സക്കറിയുടെ ചുണ്ടുകളിൽ ഒരു വേട്ടക്കാരൻ്റെ ചിരി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. മെഡിസിൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. നത്തിങ് ഈസ് കൺക്ലൂസീവ്. തെളിവുകൾ വെച്ചുള്ള അസംഷൻസ്. മുരുകൻ്റേതൊരു സൂയിസൈഡ് ആയിരുന്നില്ല. ഇറ്റ് വാസ് എ ഹോമിസൈഡ് ബൈ ഫേറ്റ്. വിധി കാത്തിരുന്ന അയാളോട് പക വീട്ടുകയായിരുന്നു. ആ രാത്രി ആ ലോഡ്ജിൽ ഹി ഫേസ്ഡ് ദ റിയൽ ജസ്റ്റിസ്. ആ, സക്കറി സാറാണല്ലോ. ആ സാറേ. പന്നെ, മുരുകൻ കെട്ടിത്തൂങ്ങിയാണ് ചത്തെന്ന് എനിക്കറിയാം. അതെ സാറ്. എനിക്കിട്ട് ഫിറ്റിയാന്ന് വിചാരിച്ചോടാ. എന്റെ കാശ് അടിച്ചിട്ട് പറ്റിക്കാന്ന് വിചാരിച്ചോടാ. അതെ സാറ്. ആ കാശ് ഇവിടെ എത്തിച്ചേക്കണം. നില്ലെങ്കിൽ തീർത്താതെ ഞാൻ. എന്നെ നിനക്കറിയില്ല, മനസ്സിലാണോ?